സാധാരണക്കാരെയും ആരോരും ഇല്ലാത്തവരെയൊക്കെ തന്നെ സഹായിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തി. അദ്ദേഹമാണ് കൊല്ലം സ്വദേശിയാണ് ശക്തികുളങ്ങര ഗണേഷ്. ഗണേശേട്ടാ, എങ്ങനെയാണ് ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സേവനത്തിലേക്ക് വന്നത്? നമ്മുടെ ശക്തികുളങ്ങര ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുമായിരുന്നു. ഇവിടെ ആരോരും ഇല്ലെങ്കിലും ഇവിടെ ആംബുലൻസ് സൗകര്യമായാലും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇത് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പൈസ ഇല്ലെങ്കിലും നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോകാനായാലും എല്ലാത്തിനും അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. ജോലി എത്ര വർഷമായി? 30-35 കൊല്ലമായിട്ട് ശക്തികുളങ്ങര മരിയാലം ജംഗ്ഷനിലാണ് തയ്യൽ കട നടത്തുന്ന സ്ഥലം. എത്ര വർഷമായി സേവനം തുടങ്ങിയിട്ട്? സേവനം തുടങ്ങി 10-30 വർഷത്തെ കൂടുതലായി. നമുക്കൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് തോന്നുന്ന സംഭവങ്ങൾ ഗണേശനോട് പേഴ്സണലി സംസാരിക്കുമോ, ചെറിയ കാര്യം ഞാൻ ഒരാളെ കൊണ്ടുവിട്ടു, അത് സന്തോഷം കണ്ടത് കാണല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഫയർഫോഴ്സിൽ ജോലിയുള്ള ഒരു മനോജ് സാറുണ്ട്, പിന്നെ ഒരു ജോൺസൺ നമ്മുടെ സുഹൃത്താണ്, പിന്നെ ബാബു, ഇങ്ങനെയുള്ള അവരെല്ലാം. പിന്നെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല സഹായങ്ങളാണ്. സെക്യൂരിറ്റി ആയാലും മറ്റു പോലീസായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹായങ്ങളൊക്കെയാണ്. അറിയപ്പെടാത്ത ആൾക്കാരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സുരക്ഷിതമായി പാർപ്പിച്ച ശേഷം അതിൻ്റെ രേഖകളൊക്കെ പോലീസ് സ്റ്റേഷനാണ് സൂക്ഷിക്കുന്നത്. ഇപ്പം ചേട്ടൻ്റെ കുറേ രേഖ ഉണ്ടെന്ന് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു 1000-ഓളം പേപ്പറുകൾ എൻ്റെ കയ്യിൽ, അതായത് ഇവരെ കൊണ്ട് ആക്കിയിട്ട് സാറേ നമ്മൾ 2 പേപ്പർ മേടിക്കും. ഒരു പേപ്പർ ഒറിജിനൽ അവിടെ കൊടുക്കും, കോപ്പി എടുത്ത് അവരെ സീൽ ചെയ്ത് നമ്മളിവിടെ ആക്കിയതായിട്ടുള്ള രേഖകൾ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 500-1000 കൂടുതലോളം ഉണ്ട്. കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് നമ്മളെ പ്രദീപ് സാർ, SI സാർ, പ്രദീപ് സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, നമ്മുടെ കൊല്ലം മേയർ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഹൈസ്കൂളിൽ അവർ അനാഥര 65ഓളം പേരെ നമ്മൾ പിന്നെ ഗാന്ധി ഭവനിലും SS സമിതിയിലും ഇങ്ങനെയൊക്കെ കിടന്ന് ഓടാനുള്ള പൈസ ഉണ്ടോ? പൈസയുടെ അല്ല സാറേ, പൈസയല്ല, എന്തൊക്കെയോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സഹായങ്ങൾ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെ. ഇപ്പം എങ്ങനെ ഉണ്ടമ്മേ? ഇവര് സ്റ്റോക്ക് പോലെ വന്ന് മൊത്തം തളർന്ന് കിടന്നേ. ഇപ്പൊ കുഴപ്പമില്ല. ചേട്ടന് ചെയ്യുന്ന കാര്യം വലുതായിട്ടും തോന്നാറില്ല, അത് ചെറിയ കാര്യം എന്ന് പറയാൻ സന്തോഷിക്കുന്നതാണ്. പക്ഷെ ഒത്തിരി പേർക്ക് സേവനം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ? സ്വന്തം മക്കളുണ്ടായിട്ട് പുഴുവെടുത്ത് കിടക്കുന്ന രംഗങ്ങൾ, അത് നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു വേദനകരമായിട്ടുണ്ടായിട്ടുണ്ട്. 5 അംഗങ്ങളുള്ള വീട്ടിൽ നിന്ന് പുഴുവെടുത്ത ആളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മക്കളുള്ള, അതുപോലെ തന്നെ നമ്മൾ നിരവധി അനാഥരായ ബോഡികൾ കൊണ്ട് അടയ്ക്കിട്ടുണ്ട്. അതിൽ 6 മക്കളുള്ള വീട്ടിൽ ആ അച്ഛനെ ഏറ്റെടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ പിന്നെ പോലീസിൻ്റെ നിന്ന് പേപ്പർ മേടിച്ച് അവരെ മക്കളുടെ നിന്ന് ഒപ്പുശേഖരണമൊക്കെ മേടിച്ചതിന് ശേഷമാണ് നമ്മൾ അവരെ കൊണ്ട് അടയ്ക്കിയത്. അതായത് മക്കളുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത്. അതെ, ഇതെല്ലാം പറയുമ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് അദ്ദേഹം കരുതുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ കാര്യങ്ങളാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത് വലിയ സന്തോഷം നേടുന്ന ഒരു സേവന തൽപരനായിട്ടുള്ള ഒരു വ്യക്തി, അതാണ് ശക്തികുളങ്ങര ഗണേശൻ. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.